ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സയൻസ് ഓഫ് മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ്റെ ആ ഒരു സയൻസിൻ്റെ എന്താണ്, ശരിക്കുള്ള സയൻസ് എന്താണ്? സോ ഇറ്റ്സ് കംസ് അണ്ടർ ദ കാറ്റഗറി നോൺ ആസ് സബ്ജക്റ്റീവ് സയൻസ് എന്ന് പറയും. സോ നോർമൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാറുള്ള സയൻസ് എന്ന് പറയുന്നത് കൂടുതലും ഒരു ഒബ്ജക്റ്റീവ് സയൻസ് ആണ്. പുറത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുക, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണുന്ന പുറമേ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ, വസ്തുക്കൾ, അതിനെ പറ്റി പഠിക്കുന്ന സയൻസാണ് നമ്മൾ ഒബ്ജക്റ്റീവ് സയൻസ് എന്ന് പറയുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു മെഡിറ്റേഷൻ ഈസ് ദ സബ്ജക്റ്റീവ് സയൻസ്. അതായത് നമ്മളെ കുറിച്ച് അറിയുക, ഞാൻ എന്താണ്, ഹു ആം ഐ, എന്താണ് നമ്മൾ എന്നുള്ള ആ ഒരു എൻക്വയറിയാണ് മെഡിറ്റേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു സബ്ജക്റ്റിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. എന്താണ് ഞാൻ എന്താണെന്ന് തിരിച്ചറിയുക. എന്താണ് ഞാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോൺഷ്യസ്നെസ്. ഞാനെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സിനും, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ആ ഒരു റിയാലിറ്റിയുടെ ഒരു എസെൻസ്, ഞാൻ എവിടെ നിന്ന് വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എന്നിലേക്കുള്ള ഒരു നമ്മുടെ ഒരു നോക്കലാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി നോൺ ആസ് സബ്ജക്റ്റീവ് സയൻസ്. സോ ഏതൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് പോലെയും മെഡിറ്റേഷനിൽ നമ്മളിൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. പലതരം മെഡിറ്റേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച്, പലതരം മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഒരു ഒരു സയൻറ്റിഫിക് ലാബ് എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷനിൽ നമ്മൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ത്രൂ ഔട്ട്. സോ അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയും, എന്താണ് നമ്മുടെ യഥാർത്ഥ നേച്ചർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് മെഡിറ്റേഷനിൽ പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ആക്ച്വലി ചെയ്യാന്ന് പറയുന്നത് മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. നമ്മൾ ബേസിക്കലി ചെയ്യാന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഒരു ബിഗിനറായിട്ടുള്ള ആളെ സംബന്ധിച്ചോളം അയാൾ മെഡിറ്റേഷൻ കൂടുതലും ചെയ്യുന്ന മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ വാട്ട് വി ഡു ഈസ് ദാറ്റ്, നമ്മൾ ഓരോ ടെക്നിക്സും ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ പരിശീലിച്ചു കൊണ്ടേ ഇരിക്കുന്നു. പലതരം മെഡിറ്റേഷൻ ടെക്നിക്സ് അവൈലബിൾ ആണ്. മെയിനായിട്ട് നമുക്ക് ഏൻഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 112 മെത്തേഡ്സ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് വിഖ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 112 മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നതാണ് ഒരു ബേസ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് അതിൽ കംപ്ലീറ്റ് ടെക്സ്റ്റ് ആണ്, അതിലെ മെഡിറ്റേഷൻസ് കംപ്ലീറ്റ് ആണ്. അതിൽ കൂടുതൽ അതൊരു പെർഫെക്റ്റ് എല്ലാത്തരം മെഡിറ്റേഷൻസും അതിൽ ഡിസ്കവേർഡ് ആയിട്ടുണ്ട് എന്നാണ് മെഡിറ്റേറ്റേഴ്സ് പറയുന്നത്. കാരണം അതിൽ കൂടുതൽ ടെക്നിക്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് പുതിയ ടെക്നിക്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ബേസിക് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് ആ ഒരു 112 മെഡിറ്റേഷൻസ് ഉൾപ്പെടുന്ന ഒരു വിഖ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. സോ അതിൽ ഉള്ള ടെക്നിക്സ് ഒക്കെയാണ് പൊതുവെ നമ്മൾ കൊടുക്കാറ് മെഡിറ്റേറ്റേഴ്സിനോ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യം കൊടുക്കാറുള്ളതെന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ മോഡേൺ ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഓഷോ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് മെഡിറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് കുറച്ചുകൂടെ ആക്ച്വലി എന്ന് പറയുന്നത് കൂടുതലും ഒരു കഥാർട്ടിക് മെഡിറ്റേഷൻസ് ആണ്. അതായത് നമ്മളൊന്ന് ക്ലീൻസിങ് എന്തെങ്കിലും ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് ഓഷോ ഡെവലപ്പ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഓഷോയുടെ മെഡിറ്റേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ 112 മെഡിറ്റേഷൻ മെത്തേഡ്സ്, വിഖ്യാൻ ഭൈരവ തന്ത്രയിൽ 112 മെഡിറ്റേഷൻ ടെക്നിക്സിൻ്റെ പലതരം കോമ്പിനേഷൻസിലൂടെയാണ് പുള്ളിയുടെ പല ഓഷോ മെഡിറ്റേഷൻസ്, ലൈക്ക് ഓഷോ ഡൈനാമിക് മെഡിറ്റേഷൻ, ലൈക്ക് കുണ്ടലിനി മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പലതരം കോമ്പിനേഷൻസ് ആണ്. സോ ഈ 112 മെഡിറ്റേഷൻ മെത്തേഡ്സ് ആണ് ആക്ച്വലി ബേസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ടെക്നിക്സിൻ്റെ. സോ ഇറ്റ് ബിലോങ്സ് ടു ദ ടെക്സ്റ്റ് ഓഫ് വിഖ്യാൻ ഭൈരവ തന്ത്ര. സോ പിന്നെ പറയുകയാണെങ്കിൽ പറ്റി പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ഈസ് ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് ആക്ച്വലി. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. പക്ഷേ നമ്മൾ പൊതുവേ മെഡിറ്റേഷനിൽ നമ്മൾ ഒരു മെഡിറ്റേറ്റർ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹം മെഡിറ്റേഷൻ ടെക്നിക്സ് ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 112 മെഡിറ്റേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് മെത്തേഡ്സ് ആണ്. പക്ഷേ ആക്ച്വലി അത് ശരിക്കും മെഡിറ്റേഷൻ അല്ല. മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗമായാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗമാണ് ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിൽ എത്തണമെന്നില്ല. ആ ടെക്നിക്സ് ചെയ്ത് ആ ഒരു ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, അങ്ങനെ പറയുന്ന ആ ഒരു പൂർണ്ണ ബോധവും അവബോധവുമായ ഒരു അവസ്ഥയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. സോ ആ അവസ്ഥയിലേക്ക് അറ്റൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ട് ഇരിക്കണം. ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെഡിറ്റേഷൻ സംഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ നമ്മൾ കംപ്ലീറ്റ്ലി എഫേർട്ട് ഇട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ എന്ന അവസ്ഥയിൽ എത്താൻ കഴിയുകയുള്ളൂ.
പിന്നെ ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മിക്ക ടെക്നിക്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം വിജ്ഞാൻ ഭൈരവതന്ത്രത്തിലെ 112 മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു എല്ലാം നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിമ്പിൾ ഇമാജിനേഷൻ, സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്ക്, അങ്ങനെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിൾ ടെക്നിക്സ് ആണ്. സോ ഈ മെഡിറ്റേഷൻ്റെ ഒരു സിംപ്ലിസിറ്റി കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇന്നർ സെർച്ച്, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്നർ സെർച്ച്, ഇന്നർ എൻക്വയറി അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഒരു മിസ്റ്റിസിസത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും ചിലപ്പോൾ. പക്ഷേ ആ ഒരു സിംപ്ലിസിറ്റി കൊണ്ട് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല മെഡിറ്റേഷൻ ടെക്നിക്സിനെ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോനെ ട്രാൻസെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. ഒരു ഈഗോലെസ്നെസ്സിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോനെ സംബന്ധിച്ചോളം ഈഗോയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഈഗോ നീഡ്സ് ഗ്രേറ്റർ ചലഞ്ച്, ഡിഫിക്കൽട്ടീസ്, അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈഗോയ്ക്ക് കൂടുതൽ അപ്പീലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഈഗോ പെർസ്പെക്റ്റീവിലാണ് എല്ലാത്തിനും കാണുന്നത്. അപ്പോൾ ഈഗോ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവഗണിച്ച് കളയാം. പക്ഷേ അത് മണ്ടത്തരാണ്. മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇപ്പോൾ ഓഷോയുടെ മിക്ക മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓഷോ കുണ്ടലിനി മെഡിറ്റേഷൻ അല്ലെങ്കിൽ നടരാജ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഡാൻസ് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ സ്റ്റിൽ സിമ്പിളാണെങ്കിലും അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3 months ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ വരുന്ന ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളാണെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മളതിനെ എന്താ പറയുക, ഒരു നെഗോഷിയേറ്റ് ചെയ്ത് കളയാൻ പാടില്ല. So meditation techniques are basically simple things. പിന്നെ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ അധികം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 112 മെഡിറ്റേഷൻ ടെക്നിക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി പോലെ നമുക്ക് തോന്നും. പക്ഷേ ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസേ കാണത്തുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്നിക് പ്രോപ്പർലി ആണ് നമുക്ക് വേണ്ടത്. ആ ടെക്നിക്ക് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ ആ ടെക്നിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് വർഷത്തെ എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് നമ്മളൊരു ടെക്നിക്ക് ഒരാൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പെരിമെൻറ്റേഷനും വർക്കൗട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ മെഡിറ്റേഷൻ ടെക്നിക്സ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓഷോ കണ്ടുപിടിച്ച മെഡിറ്റേഷൻ ടെക്നിക്സ് ആണെങ്കിലും വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ് ഒരുപാട് വർഷത്തെ എക്സ്പെരിമെൻറ്റേഷൻ കൊണ്ട് കണ്ടുപിടിച്ചതാണ്. സോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ആ പാറ്റേൺ കറക്റ്റായിട്ട് ചെയ്ത് നോക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ചേഞ്ച് ചെയ്യാനോ മിക്സ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. എങ്ങനെയാണോ അത് പറഞ്ഞിരിക്കുന്നത് മെത്തേഡ്, ആ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഓരോ മെഡിറ്റേഷൻ ടെക്നിക്സും എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. സോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ടെക്നിക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇപ്പം മെഡിറ്റേഷൻ ടെക്നിക്സ് ഇപ്പം വിജ്ഞാൻ ഭൈരവ തന്ത്രയിൽ 112 ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഓഷോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ഏകദേശം 20 മെഡിറ്റേഷൻ ടെക്നിക്സോളം ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടെക്നിക്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ മെഡിറ്റേഷൻ ടെക്നിക്സ് കണ്ടെത്തുക എന്നത് ആണ് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തികച്ചും സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് സ്യൂട്ടാവുന്ന മെഡിറ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് ആക്റ്റീവ് ഫോം ഓഫ് മെഡിറ്റേഷൻസ് ആയിരിക്കും, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഡൈനാമിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ആയിരിക്കും ചിലവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അവരുടെ നേച്ചറിന് അതായിരിക്കും വർക്കൗട്ട് ആകുന്നത്. പക്ഷേ ചിലവരെ സംബന്ധിച്ചുള്ള സൈലൻറ്റ് സിറ്റിങ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ്, ഡയറക്റ്റ്ലി റിലാക്സേഷനിലേക്ക് പോകുന്ന സിറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും ചിലവർക്ക് സ്യൂട്ടബിൾ ആണ്. സോ അത് നമ്മൾ ചെയ്ത് നോക്കുന്നതിലൂടെ മാത്രമേ നമുക്കത് ഡിസ്കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏതാണ് നമുക്ക് അനുയോജ്യമായ ടെക്നിക്ക് എന്നുള്ളത്. സോ നമുക്കിപ്പം അതെങ്ങനെ തിരിച്ചറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നേച്ചർ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാം. ചിലപ്പോൾ എനിക്ക് പാസീവ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ആക്റ്റീവ് നേച്ചർ ആയിരിക്കും. ആക്റ്റീവ് നേച്ചറാണെന്ന് തിരിച്ചറിഞ്ഞാലും ആക്റ്റീവ് മെത്തേഡ്സ് ഒരുപാടെണ്ണമുണ്ട്. ഇപ്പോൾ ഓഷോയുടെ മിക്കത് ആക്റ്റീവ് മെത്തേഡ്സ് ആണ്. പക്ഷേ ആ ആക്റ്റീവ് മെത്തേഡ്സിൽ ഏത് ആക്റ്റീവ് മെത്തേഡാണ് എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് മിനിമം ഒരു 3 ദിവസമെങ്കിലും ചെയ്ത് നോക്കണം എന്നാണ് ഓഷോ പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഷോ ഡൈനാമിക് മെഡിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ത്രൂ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു മെഡിറ്റേഷനുമായിട്ടൊരു സിങ്ക് ആവുന്നുണ്ടോ, ആ ഒരു ടെക്നിക്കുമായിട്ട് എന്തെങ്കിലും ഒരു സിങ്ക്രോണിസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഒരു വൈബ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അത് മെത്തേഡ് നമുക്കത് വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അങ്ങനെ നമുക്കത് ക്ലിക്ക് ആവുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 21 days ആ മെഡിറ്റേഷൻ ടെക്നിക്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ 21 days കഴിഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 3 months ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്രത്തോളം വേണമെന്ന് നമുക്ക് തന്നെ
ഒരു ഇന്നർ ഫീലിംഗ് കിട്ടും, ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടും. ഒരു ഇൻസ്റ്റിങ്ക്റ്റിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മളൊരു ടെക്നിക്ക് സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. സോ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 3 ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം വിജ്ഞാൻ പരവതന്ത്രം 112 മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നും എടുത്തെടുത്ത് നമ്മളിങ്ങനെ 3 ദിവസം ചെയ്ത് നോക്കി എവിടെയെങ്കിലും ഒരു ടെക്നിക്ക് ക്ലിക്കാവുന്നവരെ 3 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഡീപ്പായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഹൗ ഒരു മെഡിറ്റേഷൻ ടെക്നിക്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് കഴിയുമ്പം നമ്മളത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ ടെക്നിക്കാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 112 മെഡിറ്റേഷൻ ടെക്നിക്സും ഓഷോ മെഡിറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് ബേസിക്കലി ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് പറയുന്ന സംഭവം അല്ല ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ആ ഒരു മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള ആ ഒരു വഴി മാത്രമാണ്. സോ നമ്മൾ ടെക്നിക്സ് ചെയ്ത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കൊരു ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പം ആ ഒരു സിറ്റുവേഷൻ വരെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ മെഡിറ്റേഷൻ എന്ന ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ. മെഡിറ്റേഷൻ ബിക്കംസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു 24 hour മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമുക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പം നമ്മൾ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് മെഡിറ്റേഷൻ. അതായത് ഇപ്പോൾ ഒരു ഓഷോ തന്നെ ഇതിന് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു ബോട്ട് ഉപയോഗിച്ചെന്നിരിക്കാം. ഇപ്പോൾ കായലിൽ കൂടെ ആണെങ്കിലോ നദിയിൽ കൂടെ ആണെങ്കിലോ ഒരു അക്കരയിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു ബോട്ട് ഉപയോഗിക്കും നമ്മൾ. ഈ ബോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെഡിറ്റേഷൻ ടെക്നിക്കായിട്ടാണ് പുള്ളി പറയുന്നത്. അതായത് ഈ ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അക്കരയിൽ എത്തുന്നത് വരെ മാത്രം നമുക്ക് ഈ ബോട്ട് മതി. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അക്കരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ ബോട്ടിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ നമുക്കവിടെ ആ ഒരു കരയിൽ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പിന്നെ നടന്നു പോകുന്നേ ഉള്ളൂ. സോ അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ മാത്രം നമുക്ക് ഈ ഒരു ടെക്നിക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നീട് നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഓഷോ പറയുന്നത്. കാരണം അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, മെഡിറ്റേഷൻ നമ്മൾ സംഭവിക്കത്തുള്ളൂ. സോ അത് നമുക്ക് അതൊരു വർക്കൗട്ട് ചെയ്തുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. സയൻസ് ആണ്. കാരണം ആ ഒരു സയൻറ്റിഫിക്കലി നമ്മൾ ഇതിനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, പ്രോപ്പർ മെത്തേഡ്സ് ഉണ്ട്. ഇത് നമ്മൾ സയൻറ്റിഫിക്കലി എക്സ്പെരിമെൻ്റ് ചെയ്ത് പോകുന്നു. സോ സയൻസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ മെഡിറ്റേഷൻ സയൻസ് ആണ് ആക്ച്വലി. കാരണം അതിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രോപ്പർ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആരൊക്കെ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു അവർക്കെല്ലാം അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് മെഡിറ്റേഷനിൽ പറയുന്നത്. സോ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഈസ് സംതിങ് മോർ ദാൻ സയൻസ് എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്നത്. സയൻസ് ആണ് സ്റ്റിൽ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മോർ ദാൻ സയൻസ്. അതായത് ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ട് എന്ന് വേണം നമുക്ക് പറയാം. കാരണം ലൈക്ക് ഇറ്റ്സ് സംതിങ് ക്ലോസ് ടു ലവ്, പോയട്രി, അതുപോലെ ഒരു സംതിങ് കുറച്ചുകൂടെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ലവ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ലൈക്ക് എ പോയട്രി, ലൈക്ക് എ പെയിൻറ്റിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് തിങ് ആണ്. അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് മോർ ക്ലോസ് ടു ആൻ ആർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മെഡിറ്റേഷൻ ഇസ് സംതിങ് ക്ലോസ് ടു ആൻ ആർട്ട്. സയൻസ് എന്ന് പറയുമ്പം റാഷണാലിറ്റി, ലോജിക്ക്, തിങ്കിങ് എന്ന് പറയുന്നതാണ്. ശരിയാണ്, മെഡിറ്റേഷൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ റാഷണൽ ലോജിക് സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബട്ട് വൺസ് എ പോയിന്റ് കംസ് ഇറ്റ് ബിക്കംസ് ക്ലോസ് ടു ലൈക്ക് എൻ ആർട്ട്ഫുൾ തിങ്സ്. ഇറ്റ്സ് ബിക്കം സംതിങ് ലൈക്ക് ലവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു മെഡിറ്റേഷൻ ടെക്നിക്ക് സെലക്ട് ചെയ്യുന്നത് പറയുന്നത്. ഇറ്റ്സ് സംതിങ് നമുക്ക് ആ ഒരു മെഡിറ്റേഷനോടുള്ള ഒരു ലവിൻ്റെ പുറത്തായിരിക്കും നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ഡെപ്തിലേക്ക് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ ഒരു ലവ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന് വേണമെങ്കിൽ മെഡിറ്റേഷനെ പറയാമെന്നാണ് പറയുന്നത്. ആൻഡ് മോർ ദാൻ സയൻസ് ആൻഡ് മോർ ദാൻ ആർട്ട്, ഇറ്റ്സ് സംതിങ് കോൾഡ് എ നാക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നാക്ക്. അതൊരു നാക്ക് പോലെ നമുക്ക് കിട്ടേണ്ട ഒരു സാധനമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു നാക്കെന്ന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് അബൌട്ട് നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ദ മൈൻഡ്. അതായത് മെഡിറ്റേഷനോട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് നമുക്കൊരു വിറ്റ്നസ്സിങ് എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് വിറ്റ്നസ് ആയിട്ട് നിൽക്കുക. അതായത് നമ്മുടെ ബോഡിയുടെ മൈൻഡിൻ്റെയൊക്കെ ഒരു വിറ്റ്നസ്, പല തോട്ട്സ് ഇങ്ങനെ മൈൻഡിലൂടെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുമായിട്ടൊന്ന് ഐഡൻറ്റിഫൈഡ് ആകാറ്, നമ്മളതിനെ ജസ്റ്റ് ഒരു വിറ്റ്നസ്, ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മളിതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. യു ആർ ജസ്റ്റ് എ വിറ്റ്നസ്, യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് വിത്ത് എനിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ മൈൻഡ് ആൻഡ് ഓൾസോ ഇൻ ദ ബോഡി. എവറിത്തിങ് ബിക്കംസ് എ വിറ്റ്നസ് ടു ഇറ്റ്, ഈവൻ ദ ഔട്ട്സൈഡ് സറൗണ്ടിങ്സ്. സോ എല്ലാത്തിനെയും ഒരു വിറ്റ്നസ്സിങ് സ്റ്റേറ്റിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുക. ഒരു വിറ്റ്നസ് എന്നാണ് നമ്മൾ മെഡിറ്റേഷൻ ഇസ് വിറ്റ്നസ്സിങ് എന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു വിറ്റ്നസ് ആയിട്ട് നിൽക്കാൻ സാധിക്കുക എന്നതാണ് മെഡിറ്റേഷൻ്റെ ആ
ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നാക്ക്, ഒരു വിറ്റ്നസ് ആകാനുള്ള ഒരു നാക്ക് കിട്ടുക എന്നതാണ് മെഡിറ്റേഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഐദർ യു ഗെറ്റ് ദ നാക്ക് ഓർ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ നാക്ക്. ഇഫ് യു ഗെറ്റ് ഇറ്റ് ദെൻ യു സക്സീഡ് ഇൻ മെഡിറ്റേഷൻ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് യു വിൽ ബി സ്റ്റിൽ വർക്കിംഗ് ഓൺ വിത്ത് ടെക്നിക്സ് നമ്മൾ കുറേ നാൾ വർഷങ്ങളോളം വർക്ക് ചെയ്ത് സ്റ്റിൽ ആ ഒരു നാക്ക്, മെഡിറ്റേഷൻ്റെ നാക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ മിസ്റ്ററിയാണ്, ഒരു മിസ്റ്റിസിസത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഈസ് അൾട്ടിമേറ്റ്ലി പാർട്ട് ഓഫ് ദ മിസ്റ്റിസിസത്തിലേക്ക് നമ്മളെ എൻ്റർ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കോൾഡ് എ നാക്ക്. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല കിട്ടിയില്ല. സോ ഇറ്റ്സ് ലൈക്ക് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ മൈൻഡിൻ്റെ ആ ഒരു മൈൻഡുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ബ്രേക്ക് ചെയ്ത് അതിനെ ഫിറ്റ്നസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. So that's in this video. That's the science behind meditation. അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. So we'll catch up in another video. Until that, bye.